ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കല്യാണി പ്രിയദർശനും നസ്ലിനും കേന്ദ്ര കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഫാന്റസി സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് സ്വീഡനിലുള്ള ഒരു ഫാക്ടറി തീ പിടിച്ചെരിയുന്നതും കാണിച്ചുകൊണ്ടാണ്. ആ ഫാക്ടറിക്കുള്ളിലാണെങ്കിൽ നമ്മുടെ ഈ സിനിമയിലെ നായികയായ ചന്ദ്രയുമുണ്ട്. അതേസമയം ചന്ദ്രയ്ക്ക് പ്രകാശ് എന്ന ഒരാളുടെ ഫോൺ കോൾ വരുന്നു. പ്രകാശ് ചന്ദ്രയോട് നീ അവിടെയുള്ളവരുടെ കയ്യിൽ പിടികൊടുക്കാതെ എത്രയും വേഗം ഇവിടേക്ക് വരണമെന്ന് പറയുകയാണ്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ചന്ദ്ര ബാംഗ്ലൂരിലേക്ക് വന്നതായി കാണിക്കുന്നു. ബാംഗ്ലൂരിലെത്തിയ ചന്ദ്രയെയും കാത്ത് ചന്ദ്രയെ നേരത്തെ ഫോൺ ചെയ്ത പ്രകാശും പ്രകാശിന്റെ കൂട്ടുകാരൻ കുമാറും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രകാശ് ചന്ദ്രയ്ക്ക് കള്ള പാസ്പോർട്ടും ID കാർഡും എല്ലാം ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം കുറച്ച് പൈസയും കൊടുത്തിട്ട് ചന്ദ്രയ്ക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റിൽ കൊണ്ടുചെന്നാക്കിയതിനു ശേഷം പറഞ്ഞു, ആദ്യം നീ ഇവിടെ ഒരു ലോക്കൽ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കണം, മാത്രവുമല്ല വേറെ പ്രശ്നങ്ങളിലൊന്നും പോയി ചാടുകയും ചെയ്യരുത്. അങ്ങനെ ചന്ദ്ര തന്റെ അപ്പാർട്ട്മെന്റിലെത്തി. ചന്ദ്ര താമസിക്കാനെത്തിയ അപ്പാർട്ട്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്ളാറ്റിലാണ് നമ്മുടെ ഈ സിനിമയിലെ നായകനായ സണ്ണി താമസിക്കുന്നത്. സണ്ണിയുടെ കൂടെ സണ്ണിയുടെ കൂട്ടുകാരായ വേണുവും നൈജിലും പിന്നെ ഒരു പൂച്ചക്കുട്ടിയുമുണ്ട്. എന്തായാലും പുതിയതായി താമസിക്കാനെത്തിയ ചന്ദ്രയെ ഒറ്റ നോട്ടത്തിൽ തന്നെ സണ്ണിക്ക് ഇഷ്ടമായി. സണ്ണിയെ കണ്ട ചന്ദ്ര കുറച്ചുനേരം സണ്ണിയെ തന്നെ നോക്കി നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ തന്റെ അപ്പാർട്ട്മെന്റിലെ ജനലിന്റെ കർട്ടനുകളെല്ലാം ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതും പോരാഞ്ഞ് കുറെ പത്രപേപ്പറുകളെല്ലാം വെച്ച് ജനലുകളെല്ലാം മറയ്ക്കുകയും ചെയ്തു. നമ്മുടെ സണ്ണിയുടെയും കൂട്ടുകാരുടെയും ജോലി എന്തെന്നാൽ രാവിലെ എഴുന്നേൽക്കുന്നു, ടൗണിലെല്ലാം ചുറ്റിക്കറങ്ങുന്നു, വെള്ളമടിക്കുന്നു, കിടന്നുറങ്ങുന്നു. വീണ്ടും അടുത്ത ദിവസം ഉണരുന്നു, ടൗണിലെല്ലാം ചുറ്റിക്കറങ്ങുന്നു, വെള്ളമടിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ മെയിൻ പരിപാടി. എന്നാൽ ചന്ദ്രയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലിക്ക് കയറുകയും ചെയ്തു. ചന്ദ്രയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതിനാൽ തന്നെ രാത്രിയിൽ മാത്രമേ അവൾ പുറത്തേക്ക് വരികയുള്ളൂ. അതേസമയം ബാംഗ്ലൂർ സിറ്റിയിൽ രാത്രിയിൽ തനിയെ നടക്കുന്നവരെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി അവരുടെ അവയവങ്ങളെല്ലാം എടുക്കുന്ന ഒരു മാഫിയ സംഘത്തെ കാണിക്കുന്നു. ആ ഓർഗൻ മാഫിയയിലുള്ള സുന്ദർ എന്ന ഒരുത്തനാണെങ്കിൽ ചന്ദ്ര ജോലിക്ക് കയറിയ റെസ്റ്റോറന്റിലെ റോസ് എന്ന ഒരു ജോലിക്കാരിയുടെ പുറകെയും നടക്കുന്നുണ്ട്. റോസിനാണെങ്കിൽ സുന്ദറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം. അങ്ങനെ ഒരു ദിവസം സണ്ണി തന്റെ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിപ്പോയ പൂച്ചയും എടുത്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ആ റോഡിലൂടെ പാഞ്ഞു വന്നിരുന്ന ഒരു കാറ് സണ്ണിയെ ഇടിക്കാനായി വരുന്നു. അത് കണ്ട് അവിടെ കൂടി നിന്നവരെല്ലാം ഒരു നിമിഷം സ്റ്റക്കായി പോയി. എന്നാൽ പെട്ടെന്നാണ് മിന്നൽ പോലെ രണ്ട് കൈകൾ വന്ന് സണ്ണിയെ ആ വണ്ടിയുടെ മുമ്പിൽ നിന്നും തള്ളി മാറ്റിയത്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ചന്ദ്രയായിരുന്നു അത്. അവിടെ കൂടി നിന്നവരെല്ലാം സണ്ണി വണ്ടി ഇടിച്ചാണ് തെറിച്ചു വീണതെന്നാണ് കരുതിയത്. കാരണം സണ്ണിക്ക് മാത്രമേ വണ്ടിയുടെ മുമ്പിൽ നിന്ന് തന്നെ രക്ഷിച്ച ചന്ദ്രയെ കാണാൻ കഴിഞ്ഞുള്ളൂ. സണ്ണി തന്റെ കൂട്ടുകാരൻ വേണുവിനോട് ചന്ദ്രയാണ് തന്നെ വണ്ടിയുടെ അടിയിൽ നിന്നും രക്ഷിച്ചതെന്ന് പറഞ്ഞെങ്കിലും വേണു സണ്ണിയോട് നിന്നെ വണ്ടി ഇടിക്കാൻ നേരം അത് ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും, നിന്നെ വണ്ടി ഇടിക്കാൻ നേരം അവിടെ കൂടി നിന്ന് ഞങ്ങളാരും ചന്ദ്രയെ കണ്ടില്ലല്ലോ. അതേസമയം ചന്ദ്ര ഇവിടെ ജോലിക്ക് വന്നതായി കാണിക്കുന്നു. ചന്ദ്രയുടെ കൂടെ ജോലി ചെയ്യുന്ന റോസിനെ ആണെങ്കിൽ ആ ഓർഗൻ മാഫിയയിലുള്ള സുന്ദർ ആണെങ്കിൽ വന്ന് നീ എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നതായി കാണിക്കുന്നു. അതിന് റോസ് ആണെങ്കിൽ സുന്ദറിനോട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്തു. അത് കേട്ട് കലിപ്പായ സുന്ദർ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു ആസിഡ് കുപ്പി എടുത്ത് റോസിന് നേരെ ഒഴിക്കാനായി തുടങ്ങുന്നു. എന്നാൽ നോക്കുമ്പോഴതാ തൊട്ടടുത്തായി ചന്ദ്ര നിൽക്കുന്നു. പിന്നെയുള്ള കാര്യം പറയേണ്ടല്ലോ, നമ്മുടെ ചന്ദ്രയുടെ ഇടി കൊണ്ട് സുന്ദർ അവിടെ നിന്നും കാറിക്കൊണ്ടോടി. ചന്ദ്രയുടെ ഇടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇടിയായിരുന്നു. ഓരോ ഇടിക്കും അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. അതേസമയം ബാംഗ്ലൂർ സിറ്റിയുടെ ഇൻസ്പെക്ടറായ നാച്ചിയപ്പനെ കാണിക്കുന്നു. നാച്ചിയപ്പൻ ഇപ്പോൾ ആ ഓർഗൻ മാഫിയ ഗ്യാങ്ങിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അവരെ പിടികൂടാൻ വന്നതായിരുന്നില്ല നാച്ചിയപ്പൻ, മറിച്ച് ഈ ഓർഗൻ മാഫിയയുടെ കൂടെയുള്ള ആളാണ് ഇൻസ്പെക്ടർ നാച്ചിയപ്പനും. അതായത് ടൗണിൽ CCTV ഇല്ലാത്ത സ്ഥലങ്ങളും ഒറ്റയ്ക്ക് ആളുകൾ പോകുന്ന സ്ഥലങ്ങളുമെല്ലാം നാച്ചിയപ്പനാണ് ആ ഓർഗൻ മാഫിയ സംഘത്തിന് പറഞ്ഞു കൊടുക്കാറുള്ളത്. നമ്മുടെ ചന്ദ്ര അടിച്ചു കൈയൊടിച്ചു വിട്ട സുന്ദർ ആണെങ്കിൽ ഓർഗൻ മാഫിയ സംഘത്തിന്റെ നേതാവായ ഗജേന്ദ്രന്റെ അനിയനായിരുന്നു. അതിനാൽ തന്നെ ഗജേന്ദ്രൻ നാച്ചിയപ്പനോട് തന്റെ അനിയൻ സുന്ദറിന്റെ കൈ തല്ലിയൊടിച്ചയാളെ കണ്ടെത്തണമെന്ന് പറയുകയാണ്. അങ്ങനെ നാച്ചിയപ്പൻ സുന്ദറിനെയും കൂട്ടി ചന്ദ്ര ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിന് അടുത്തെത്തി. ചന്ദ്രയെ കണ്ട നാച്ചിയപ്പനാണെങ്കിൽ അവളെ ഒരിക്കൽ നമ്മുടെ കയ്യിൽ കിട്ടുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ചന്ദ്ര ഇപ്പോൾ തന്റെ അപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുകയാണ്. നല്ല ക്ഷീണത്തിലായിരുന്ന ചന്ദ്ര എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ഫ്രിഡ്ജിനകത്തായിരുന്നെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ചന്ദ്ര ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ വന്നുപെട്ടത് നമ്മുടെ സണ്ണിയുടെ മുമ്പിലാണ്. സണ്ണിക്ക് ചന്ദ്രയോട് ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടം തോന്നിയതിനാൽ ചന്ദ്രയെ ഇംപ്രസ് ചെയ്യാനായി സണ്ണി ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചന്ദ്രയാണെങ്കിൽ അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചതുമില്ല. സണ്ണി ആണെങ്കിൽ വിട്ടുകൊടുക്കാനും തയ്യാറായിരുന്നില്ല. സണ്ണി ചന്ദ്രയെ തന്റെ കൂടെയുള്ള നൈജിൽ എന്ന കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അടുത്തതായി ആ ബർത്ത്ഡേ പാർട്ടിയാണ് കാണിക്കുന്നത്. ആ ബർത്ത്ഡേ പാർട്ടിക്ക് നല്ല കിടു ലുക്കിലാണ് ചന്ദ്ര വന്നത്. അതിനാൽ തന്നെ സണ്ണിയുടെ കൂട്ടുകാരൻ നൈജിലിനും ചന്ദ്രയോട് ഒരു ക്രഷ് തോന്നുകയാണ്. ചന്ദ്രയെ കണ്ടതും സണ്ണിയുടെ കൂടെയുള്ള പൂച്ച നല്ല രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ട് പേടിക്കണ്ട, പരിചയമില്ലാത്തവരെ കണ്ടാൽ അവൻ അങ്ങനെയാണ് എന്നും പറഞ്ഞ് സണ്ണിയുടെ കൂട്ടുകാരൻ വേണു ആ പൂച്ചയെ മറ്റൊരു റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടുകയും ചെയ്തു. അങ്ങനെ പാർട്ടി അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ
കൈ മുറിഞ്ഞ് ചോര വരികയാണ്. ആ ചോര വരുന്നത് കണ്ട് ചന്ദ്ര നല്ല രീതിയിൽ അസ്വസ്ഥയാകുന്നുണ്ട്. അത് കണ്ട് സണ്ണിയുടെ കൂട്ടുകാരൻ വേണു ചന്ദ്രയോട്, ചോര കണ്ടാൽ ചന്ദ്രയ്ക്ക് തല കറങ്ങുമല്ലേ? എനിക്കും ചോര കണ്ടാൽ തല കറങ്ങും. സത്യത്തിൽ ഈ വേണു ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് ചന്ദ്ര തിരികെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബർത്ത്ഡേക്കാരൻ നൈജിൽ ഞാൻ ചന്ദ്രയെ കൊണ്ട് റൂമിലാക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് ചന്ദ്രയുടെ കൂടെ പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ നൈജിലിന്റെ അമ്മയുടെ കോളും കണ്ടുകൊണ്ടാണ് സണ്ണി ഉണരുന്നത്. നൈജിലിന്റെ അമ്മ സണ്ണിയോട്, മോനെ നൈജിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അവൻ അവിടെ ഉണ്ടെങ്കിൽ വേഗം വീട്ടിലേക്കൊന്ന് വരാൻ പറയണേ എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അപ്പോഴാണ് സണ്ണി നൈജിൽ ഇന്നലെ ചന്ദ്രയുടെ കൂടെ അവളുടെ ഫ്ളാറ്റിലേക്ക് പോയ കാര്യം ഓർത്തത്. അങ്ങനെ സണ്ണി ചന്ദ്രയുടെ ഫ്ളാറ്റിലെത്തി. എന്നാൽ ചന്ദ്ര അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. തന്റെ ഉറക്കം തടസ്സപ്പെടുത്തിയതിനാൽ തന്നെ ചന്ദ്ര സണ്ണിയെ ദേഷ്യത്തിൽ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ സണ്ണി അവിടെ നിന്നും തിരികെ പോകുമ്പോഴാണ് ചന്ദ്രയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡും ആധാർ കാർഡും എല്ലാം ഉണ്ടാക്കി കൊടുത്ത പ്രകാശ് കയ്യിൽ ഒരു മെഡിക്കൽ ബോക്സുമായി ചന്ദ്രയുടെ റൂമിലേക്ക് പോകുന്നതായി കാണുന്നത്. അതുകണ്ട് സണ്ണിക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുമുണ്ട്. അങ്ങനെ സണ്ണി ആ ഫ്ളാറ്റിന് പുറത്തേക്ക് വരുമ്പോഴാണ് താഴെ പ്രകാശിനെ കൂട്ടിക്കൊണ്ടുവന്ന കുമാർ എന്നയാളെ കാണുന്നത്. ഈ കുമാർ എന്നയാൾ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ബോക്സുമായി ചന്ദ്രയെ കാണാൻ വരുന്നത് സണ്ണി കണ്ടിട്ടുണ്ട്. അങ്ങനെ സണ്ണി തന്റെ കൂട്ടുകാരൻ വേണുവിന്റെ അടുത്ത് വന്ന് കുമാറിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. വേണു സണ്ണിയോട് പറഞ്ഞു, അവന്റെ പേര് കുമാർ, ഇവനാണ് നമ്മുടെ ഈ സിറ്റിയിൽ MDMA-യും കഞ്ചാവും എല്ലാം വിതരണം ചെയ്യുന്നവൻ. ഇവൻ കുറെ നാളായി അകത്തായിരുന്നു, ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് അധികമായിട്ടില്ല. അതെല്ലാം കേട്ട് സണ്ണിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. അങ്ങനെ സണ്ണി ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ചന്ദ്ര വരുന്നത്. ചന്ദ്ര സണ്ണിയോട്, സണ്ണി എന്നോട് ക്ഷമിക്കണം, ഉറക്കത്തിൽ നിന്നും എന്നെ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും, അതുകൊണ്ടാണ് ഞാൻ കുറച്ചു മുമ്പ് അങ്ങനെ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം. അതിന് സണ്ണി, ഏയ് അതൊന്നും സാരമില്ല, ഞാൻ ആ നൈജിലിനെ നോക്കി വന്നതാണ്. അതിന് ചന്ദ്ര, നൈജിലോ? അവൻ എന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ചന്ദ്ര പോയി കഴിഞ്ഞപ്പോൾ സണ്ണി വേണുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അളിയ എന്റെ ബലമായ സംശയം നമ്മുടെ നൈജിൽ അവളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടെന്നാണ്. അവൻ എന്തോ ഒരു അപകടം പറ്റിയെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമ്മുടെ ഈ ചന്ദ്രയില്ലേ, അവൾക്ക് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ആ കുമാറുമൊക്കെ ആയിട്ടാണ് കൂട്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ബോക്സുമായി ചന്ദ്രയെ കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും അവനൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതല്ലേ. എന്റെ ബലമായ സംശയം ഇവരൊക്കെയാണോ ഈ ഓർഗൻ മാഫിയ എന്നാണ്. കാരണം ആ കുമാർ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ബോക്സുമായി ചന്ദ്രയെ കാണാൻ വരാറുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ചന്ദ്ര ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്, ഞാൻ നൈസായിട്ട് അവളെ ഫോളോ ചെയ്യാം. ആ സമയം നീ അവളുടെ ഫ്ളാറ്റിൽ കയറി തപ്പണം. നൈജിൽ അവളുടെ ഫ്ളാറ്റിൽ തന്നെ കാണാനാണ് സാധ്യത. അങ്ങനെ സണ്ണി ചന്ദ്രയെ ഫോളോ ചെയ്യുകയാണ്. അതേസമയം വേണു നൈജിലിനെ തപ്പി ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് പോകാനായി ഇറങ്ങുമ്പോഴതാ തന്റെ മുമ്പിലേക്ക് പോലീസ് ജീപ്പിൽ നൈജിൽ വന്നിറങ്ങുന്നു. നൈജിൽ വേണുവിനോട്, അളിയാ ഇന്നലെ ഞാനാണെങ്കിൽ ചന്ദ്രയുടെ കൂടെ അവളുടെ ഫ്ളാറ്റിലേക്ക് പോയതാണ്, എന്നാൽ അവൾ എന്നെ അകത്തേക്ക് കയറ്റിയില്ല. അതിനാൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയപ്പോഴതാ പോലീസ് കൈ കാണിച്ചു. ലൈസൻസ് ആണെന്ന് കരുതി പോലീസിന്റെ കയ്യിൽ എടുത്തു കൊടുത്തത് കഞ്ചാവിന്റെ പാക്കറ്റാണ്. പിന്നെ ചോദ്യം പറച്ചിലുമൊന്നും ഉണ്ടായില്ല, പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു. അവസാനം അവരുടെ കയ്യേക്കാലിൽ പിടിച്ചിട്ടാണ് ഇപ്പോഴെന്നെ വിട്ടത്. അതേസമയം ചന്ദ്രയെ കാണിക്കുകയാണ്. ചന്ദ്രയെ ഫോളോ ചെയ്ത് ചന്ദ്രയുടെ പുറകെ സണ്ണിയും ഉണ്ടായിരുന്നു. ചന്ദ്രയെ കാത്ത് ആ ഓർഗൻ മാഫിയ സംഘം നിൽപ്പുണ്ടായിരുന്നു. കാരണം ആ ഓർഗൻ മാഫിയയിലുള്ള സുന്ദർ എന്നയാളെയാണല്ലോ തന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പെണ്ണിനെ ലവ് ടോർച്ചർ ചെയ്ത് അവളുടെ മേൽ ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചതിന് ചന്ദ്ര അടിച്ച് കൈയൊടിച്ചു വിട്ടത്. അതിന്റെ പകരം വീട്ടാനായി ചന്ദ്രയെ കടത്തിക്കൊണ്ടുപോയി ചന്ദ്രയുടെ അവയവങ്ങളെല്ലാം എടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി അവർ അവിടേക്ക് വന്നുകൊണ്ടിരുന്ന ചന്ദ്രയുടെ കഴുത്തിൽ ഒരു മരുന്ന് കുത്തിവെച്ച് മയക്കി ചന്ദ്രയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയാണ്. അതെല്ലാം ചന്ദ്രയെ ഫോളോ ചെയ്തു വന്ന സണ്ണി കാണുകയാണ്. സണ്ണി ചന്ദ്രയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഇതെല്ലാം അവിടെയുള്ള ഒരു കടക്കാരനും കാണുന്നുണ്ടായിരുന്നു. ആ സമയം സീൻ കട്ടായി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു വലിയ കാട് കാണിക്കുകയാണ്. അക്കാലത്ത് ആ പ്രദേശമെല്ലാം രാജഭരണമായിരുന്നു. അന്ന് അവിടം ഭരിച്ചിരുന്ന രാജാവാണെങ്കിൽ വലിയൊരു കാളിഭക്തനായിരുന്നു. അതിനാൽ തന്നെ ആ രാജാവ് എല്ലാ ദിവസവും കൊട്ടാരത്തിനടുത്തുള്ള ആ വലിയ അമ്പലത്തിൽ തൊഴാൻ പോകുമായിരുന്നു. ആ അമ്പലത്തിലാണെങ്കിൽ രാജാവിനും ഉയർന്ന പദവിയിലുള്ള കുറച്ചു പേർക്കുമല്ലാതെ വേറെ ആർക്കും കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അമ്പലത്തിനോട് ചേർന്നുള്ള ഈ വലിയ കാട്ടിൽ കുറെ കാടിന്റെ മക്കളും താമസിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് മിടുക്കിക്കുട്ടിയും ഉണ്ടായിരുന്നു. രാജാവ് എല്ലാ ദിവസവും അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ആ കുട്ടിയും അവളുടെ കൂട്ടുകാരുമെല്ലാം ദൂരെ നിന്ന് ആ അമ്പലത്തിലേക്ക് നോക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ആരുമില്ലാതിരുന്ന ഒരു സമയം നമ്മുടെ ആ കുട്ടിയും കൂട്ടുകാരും രാജാവിന്റെ അമ്പലത്തിനുള്ളിൽ കയറുകയാണ്. ആ അമ്പലത്തിലുള്ള കാളി വിഗ്രഹത്തിനടുത്തു നിന്നും നമ്മുടെ കുട്ടിക്ക് ഒരു മണിമുത്ത് കിട്ടി. അതേസമയം ആ അമ്പലത്തിലെ പൂജാരി അവിടേക്ക് വരുന്നത് കണ്ട് ആ കുട്ടികളെല്ലാവരും അവിടെ നിന്നും പേടിച്ചോടുകയാണ്. പൂജാരിയെ കണ്ട് പേടിച്ചോടിയ കുട്ടിയാണെങ്കിൽ തനിക്ക് കിട്ടിയ മണിമുത്ത് അവിടെ വെക്കാനും മറന്നുപോയി. എന്തായാലും അമ്പലത്തിനകത്തു നിന്നും കിട്ടിയ മുത്തായതുകൊണ്ട് തന്നെ കുട്ടികൾ ആ മണിമുത്ത് കൊണ്ടുപോയി തങ്ങളുടെ അമ്പലത്തിൽ വെക്കുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ് കലിപ്പായ രാജാവ് കാടിന്റെ മക്കളുടെ ആ അമ്പലം തീയിട്ട് നശിപ്പിക്കുകയാണ്. അതെല്ലാം അറിഞ്ഞ് കാടിന്റെ മക്കളെല്ലാവരും പേടിച്ചു വിറച്ച് കാട്ടിലുണ്ടായിരുന്ന ഒരു ഗുഹയിൽ വന്ന് ഒളിക്കുകയാണ്. ആ ഗുഹയിലാണെങ്കിൽ ആർക്കും അറിയാത്ത എന്തോ ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഗുഹയിൽ വന്നൊളിച്ച ആ കുട്ടിയാണെങ്കിൽ ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ ഗുഹയുടെ മറ്റൊരു ഭാഗത്തായി തല വെട്ടപ്പെട്ട രീതിയിൽ ഒരു പ്രതിമയുണ്ടായിരുന്നു. അത് കണ്ട ആ കുട്ടി ആ താഴെ കിടന്നിരുന്ന പ്രതിമയുടെ തലയിൽ വന്ന് തൊട്ടതും കുറെ
വവ്വാലുകൾ വന്ന് ആ കുട്ടിയെ ആക്രമിക്കാൻ തുടങ്ങി. അതേസമയം ഗുഹയുടെ ഇങ്ങേവശത്തുണ്ടായിരുന്ന കാടിന്റെ മക്കളെയെല്ലാം രാജാവിന്റെ ആൾക്കാരും വന്ന് പിടികൂടുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവിന്റെ ആൾക്കാരും ചേർന്ന് ആ കാടിന്റെ മക്കളെ ഓരോരുത്തരെയും കൊല്ലാൻ തുടങ്ങി. ആ സമയം ഗുഹയ്ക്കകത്തു നിന്നും ആ കുട്ടി പുറത്തേക്ക് വരികയാണ്. ആ കുട്ടിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം രാജാവ് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും കൊല്ലുകയാണ്. ഒപ്പം ആ കുട്ടിയുടെ നെഞ്ചിലൂടെ ഒരു വലിയ കുന്തമെടുത്ത് കുത്തിയിറക്കുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി അവിടെ പിടഞ്ഞു വീഴുകയാണ്. അതേസമയം രാജാവ് ഇവിടെ ബാക്കിയുള്ള കാടിന്റെ മക്കളെ കൊല്ലാനായി തുടങ്ങുമ്പോഴതാ അത്രയും വലിയ കുന്തം ആ നെഞ്ചിൽ കുത്തിയിറങ്ങിയ കുട്ടി യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് രാജാവിന്റെ ആൾക്കാരും വിറച്ചുപോയി. ആ കുട്ടി അവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ ആൾക്കാരെ എല്ലാം കൊന്നു കൊലവിളിക്കുകയാണ്. അവസാനം ആ രാജാവിന്റെ കഴുത്തും കടിച്ചു പറിച്ച് രാജാവിന്റെ ചോര മുഴുവനും അവൾ കുടിക്കുകയാണ്. അതെ, ആ കുട്ടി ഒരു യക്ഷിയായി മാറിയിരിക്കുകയാണ്. അവളാണ് നീലി, അതായത് കള്ളിയങ്കാട്ട് നീലി. അങ്ങനെ കുട്ടി നീലി വളർന്ന് വലിയ നീലിയായി. അങ്ങനെ അവൾ ഓരോരോ ദേശത്തായി അലഞ്ഞു നടക്കാൻ തുടങ്ങി. അവൾ ഒരു യക്ഷിയായിരുന്നെങ്കിലും പാവങ്ങളെയൊന്നും അവൾ ഉപദ്രവിച്ചിരുന്നില്ല. മറിച്ച് അവൾ ചെല്ലുന്ന ദേശത്തിലെ ദുഷ്ടന്മാരെയെല്ലാം അവൾ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. അതോടുകൂടി കാടിന്റെ മക്കൾക്ക് നീലി ഒരു ദേവിയായി, ദുഷ്ടന്മാർക്ക് അവൾ ഒരു യക്ഷിയും. നീലി ശരിക്കും ദേവിയെ പോലെ തന്നെയായിരുന്നു. അതായത് അവൾക്കൊരിക്കലും മരണമുണ്ടായിരുന്നില്ല. മരണമില്ലാത്തവളായിരുന്നു നീലിയെങ്കിലും നീലിയെ തളയ്ക്കാനായി ഒരു കത്തനാര് വന്നു. ആ കത്തനാര് നീലിയെ തളയ്ക്കുകയും ചെയ്തു. ആ സമയം സീൻ കട്ടായി നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. ചന്ദ്രയെ ഇപ്പോൾ ഓർഗൻ മാഫിയ സംഘം കടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ മയങ്ങിക്കിടന്നിരുന്ന ചന്ദ്ര ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയെ കൊല്ലാനായി ആ ഓർഗൻ മാഫിയ സംഘം തുടങ്ങുമ്പോഴതാ പെട്ടെന്ന് ചന്ദ്രയുടെ പല്ലുകളെല്ലാം നീണ്ടു വളരാൻ തുടങ്ങി. ഉടൻ തന്നെ ചന്ദ്ര ആ ഓർഗൻ മാഫിയ സംഘത്തെ എല്ലാം കടിച്ചു കീറിക്കൊന്ന് അവരുടെ രക്തവും കുടിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സണ്ണി തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് സണ്ണി ബോധം കെട്ട് വീഴുകയും ചെയ്തു. അതെ, നമ്മുടെ ഈ ചന്ദ്രയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കത്തനാര് തളച്ച ആ കള്ളിയങ്കാട്ട് നീലി. വേറെ വഴിയില്ലാതെ സണ്ണിയും ചന്ദ്രയുടെ കൂടെ ചേർന്ന് ആ ഓർഗൻ മാഫിയ സംഘത്തിന്റെ ആൾക്കാരുടെ എല്ലാം ശവശരീരങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഫാക്ടറിയുടെ ആസിഡ് ടാങ്കിൽ കൊണ്ടുപോയിട്ട് നശിപ്പിക്കുകയാണ്. അതെല്ലാം കണ്ട് സണ്ണിയുടെ ബോധം വീണ്ടും പോയി. ബോധം വന്ന് സണ്ണി കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ അപ്പോഴുള്ളത് ചന്ദ്രയുടെ ഫ്ലാറ്റിലായിരുന്നു. സണ്ണി ഉണർന്നു നോക്കുമ്പോൾ ചന്ദ്ര അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അതിനാൽ സണ്ണി അവിടെ നിന്നും പതിയെ രക്ഷപ്പെടാനായി നോക്കുമ്പോഴാണ് ഡോർ അകത്തു നിന്നും പൂട്ടിയതായി കാണുന്നത്. അതിനാൽ സണ്ണി പതിയെ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനെ വിളിക്കാൻ നോക്കുമ്പോഴാണ് ഫോൺ ഓഫ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ സണ്ണി പതിയെ ജനലിനടുത്തെത്തി. സണ്ണിയുടെ ഫ്ലാറ്റിന് ഓപ്പോസിറ്റ് ആണല്ലോ ചന്ദ്രയുടെ ഫ്ലാറ്റും ഉള്ളത്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ജനലെല്ലാം പത്രപേപ്പർ ഒട്ടിച്ചു വെച്ച് മറച്ചിരുന്നതായി പറഞ്ഞിരുന്നല്ലോ. സണ്ണി തന്റെ കൂട്ടുകാരനെ വിളിക്കാനായി അതിലൊരു ജനലിന്റെ പത്രപേപ്പർ പതിയെ ഇളക്കുകയാണ്. എന്നാൽ ആ സമയം സണ്ണി ജനലിൽ നിന്നും പത്രപേപ്പർ ഇളക്കി മാറ്റിയ സ്ഥലത്തുകൂടെ സൂര്യപ്രകാശം വന്ന് ചന്ദ്രയുടെ കയ്യിൽ പതിക്കുകയാണ്. സൂര്യപ്രകാശം പതിച്ച ചന്ദ്രയുടെ കൈയാണെങ്കിൽ പതിയെ ഉരുകാൻ തുടങ്ങി. പെട്ടെന്ന് ചന്ദ്ര ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് സണ്ണിയെ ആ ജനലിന്റെ ഭാഗത്തു നിന്നും തള്ളി മാറ്റുകയാണ്. എന്നിട്ട് ഒരു പത്രപേപ്പർ ഉപയോഗിച്ച് ആ ജനൽ വീണ്ടും ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിനകത്ത് നിന്നും ഒരു പാക്കറ്റ് ബ്ലഡ് എടുത്ത് ചന്ദ്ര കുടിക്കുകയാണ്. അതെ, ചന്ദ്രയുടെ ഫ്രിഡ്ജിനകത്ത് മുഴുവൻ ബ്ലഡ് പാക്കറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചന്ദ്രയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രകാശും കുമാറും എല്ലാം മെഡിക്കൽ ബോക്സിൽ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ബ്ലഡ് പാക്കറ്റുകളായിരുന്നു. ഈ ബ്ലഡ് പാക്കറ്റുകളാണ് ചന്ദ്രയുടെ ആഹാരവും. അങ്ങനെ ആ ബ്ലഡ് കുടിച്ചതും ചന്ദ്രയുടെ കൈ പഴയതുപോലെ തന്നെയായി. അതെല്ലാം കണ്ട് സണ്ണി ചന്ദ്രയോട് ചോദിക്കുകയാണ്, ചന്ദ്ര ജനിച്ചപ്പോൾ മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു? അതിന് ചന്ദ്ര, ഇല്ല സണ്ണി, ഇതൊരു വൈറസ് ആണ്. ചില വൈറസുകൾ ആളുകളെ കൊല്ലും. ഈ വൈറസ് എന്നെ ഇങ്ങനെയാക്കി മാറ്റി. അതിന് സണ്ണി ചന്ദ്രയോട് ഇത് വൈറസ് ആണെങ്കിൽ അത് പകരുമോ എന്ന് ചോദിക്കുകയാണ്. അതിന് ചന്ദ്ര, എന്റെ കടിയേറ്റാൽ പകരും എന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്രയെ കുറിച്ചുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും സണ്ണി അറിയുകയാണ്. എങ്കിലും ചന്ദ്രയോടുള്ള പേടി മാത്രം സണ്ണിക്ക് മാറിയിരുന്നില്ല. അങ്ങനെ ചന്ദ്ര സണ്ണിയെ നടന്ന കാര്യങ്ങളൊന്നും പുറത്താരോടും പറയരുത് എന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഇൻസ്പെക്ടർ നാച്ചിയപ്പനും പോലീസുകാരും ചന്ദ്ര ആ ഓർഗൻ മാഫിയ സംഘത്തെ കൊന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതായി കാണിക്കുന്നു. ആ സംഭവ സ്ഥലത്തു നിന്നും ഇൻസ്പെക്ടർ നാച്ചിയപ്പന് കണ്ണിനകത്ത് വെക്കുന്ന ഒരു കോണ്ടാക്ട് ലെൻസ് കിട്ടുകയാണ്. നമ്മുടെ ചന്ദ്രയെ ഈ ഓർഗൻ മാഫിയ സംഘം തട്ടിക്കൊണ്ടു പോകുന്നത് സണ്ണിയെ കൂടാതെ വേറൊരു കടക്കാരനും കണ്ടിരുന്നല്ലോ. ആ കടക്കാരൻ SI നാച്ചിയപ്പനെ അടുത്ത് വന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞതിനു ശേഷം ചന്ദ്രയെയും സണ്ണിയെയും SI നാച്ചിയപ്പന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ SI നാച്ചിയപ്പൻ ചന്ദ്ര പുറത്തേക്ക് പോയ സമയം നോക്കി ചന്ദ്രയുടെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കയറി അവർ മുഴുവൻ സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ വീട്ടിൽ നിന്നും SI നാച്ചിയപ്പന് ക്രൈം സ്പോട്ടിൽ നിന്നും കിട്ടിയ കോണ്ടാക്ട് ലെൻസിന്റെ സ്പെയർ കിട്ടുകയും ചെയ്തു. മാത്രവുമല്ല ചന്ദ്രയുടെ ഫ്ളാറ്റിലുള്ള ഫ്രിഡ്ജിൽ ബ്ലഡ് പാക്കറ്റുകളെല്ലാം ഇരിക്കുന്നത് കണ്ട് നാച്ചിയപ്പന് ചന്ദ്രയ്ക്ക് ഈ കൊലപാതകവുമായി എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ നാച്ചിയപ്പൻ ചന്ദ്രയുടെ അപ്പാർട്ട്മെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചന്ദ്ര അവിടെ മടങ്ങിയെത്തിയിരുന്നു. ചന്ദ്ര തിരികെ എത്തിയെന്ന് മനസ്സിലാക്കിയ നാച്ചിയപ്പൻ തന്റെ തോക്കുമെടുത്ത് പതിയെ വാതിലിനടുത്തേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോഴതാ നാച്ചിയപ്പന്റെ പുറകിലായി നമ്മുടെ ചന്ദ്ര നിൽക്കുന്നു. അത് കണ്ട് നാച്ചിയപ്പനാണെങ്കിൽ ചന്ദ്രയെ തന്റെ തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണ്.
വെക്കുകയാണ്. നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ബുള്ളറ്റിനേക്കാൾ സ്പീഡാണല്ലോ. അതിനാൽ തന്നെ നാച്ചിയപ്പൻ വെച്ച വെടിയൊന്നും ചന്ദ്രയ്ക്ക് കൊണ്ടതുമില്ല. അതേസമയം ചന്ദ്രയുടെ ഫ്ളാറ്റിൽ വെടിവെച്ച് കേട്ട് സണ്ണി അവിടേക്ക് വരികയാണ്. സണ്ണി വന്ന് നോക്കുമ്പോഴതാ ചന്ദ്ര ചിക്കൻ കാല് കടിക്കുന്നത് പോലെ നാച്ചിയപ്പന്റെ കയ്യിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. സണ്ണിയെ കണ്ടതും ചന്ദ്ര നാച്ചിയപ്പന്റെ കയ്യിൽ നിന്നുള്ള കടി വിടുകയാണ്. കിട്ടിയ അവസരം പാഴാക്കാതെ നാച്ചിയപ്പൻ തന്റെ കയ്യിലിരുന്ന് തോക്കുകൊണ്ട് ചന്ദ്രയെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ ആ ബുള്ളറ്റ് ചെന്നുകൊണ്ടത് നമ്മുടെ സണ്ണിയുടെ ദേഹത്തായിരുന്നു. അതേസമയം നാച്ചിയപ്പൻ ചന്ദ്രയുടെ ഫ്ളാറ്റിന്റെ ജനലും തകർത്ത് താഴേക്ക് ചാടി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. അതേസമയം സണ്ണിയുടെ കൂട്ടുകാരായ വേണുവും നൈജിലും അവിടേക്ക് വന്നിരുന്നു. അങ്ങനെ ചന്ദ്ര അവരെ മൂന്നുപേരെയും കൂട്ടിക്കൊണ്ട് ഒരു അടഞ്ഞു കിടക്കുന്ന ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ചന്ദ്ര അവരെയും കൂട്ടി അവിടേക്ക് പോകാനുള്ള കാരണം എന്താണെന്നല്ലേ? അതായത് ചന്ദ്രയുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടു പോയ SI നാച്ചിയപ്പൻ ചന്ദ്ര ഒരു തീവ്രവാദിയാണെന്നും സണ്ണി ചന്ദ്രയുടെ ആളാണെന്നുമെല്ലാം ന്യൂസിൽ കൊടുത്തിരുന്നു. ഇപ്പോൾ സണ്ണിയുടെ ചന്ദ്രയുടെ ഫോട്ടോ വെച്ചുള്ള ന്യൂസാണ് എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരുമില്ലാത്ത ആ ക്ലിനിക്കിൽ വെച്ച് ചന്ദ്രയുടെ നിർദ്ദേശപ്രകാരം സണ്ണിയുടെ കൂട്ടുകാരൻ വേണു സണ്ണിയുടെ മുറിവെല്ലാം ഡ്രസ്സിംഗ് ചെയ്യുകയാണ്. അതേസമയം സണ്ണിയെയും ചന്ദ്രയെയും എല്ലാം ആ ക്ലിനിക്കിൽ കൊണ്ടാക്കിയ ഓട്ടോക്കാരൻ പോലീസുകാരെ ഫോൺ ചെയ്ത് സണ്ണിയും ചന്ദ്രയും ഒക്കെ ഇപ്പോഴുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം നമ്മുടെ നാച്ചിയപ്പനെ കാണിക്കുകയാണ്. നാച്ചിയപ്പന് തന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായി തോന്നുകയാണ്. അതെ, നാച്ചിയപ്പനും ഇപ്പോൾ ചന്ദ്രയെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചന്ദ്ര നാച്ചിയപ്പന്റെ കയ്യിൽ കടിച്ചിരുന്നല്ലോ. അതിനാൽ ചന്ദ്രയുടെ ദേഹത്തുള്ള അതേ വൈറസ് നാച്ചിയപ്പന്റെ ദേഹത്തും ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അങ്ങനെ നാച്ചിയപ്പനും ഇപ്പോൾ ചന്ദ്രയെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചന്ദ്രയും സണ്ണിയും ഒക്കെയുള്ള ക്ലിനിക്കിലേക്ക് കുറച്ച് പോലീസുകാർ വരുന്നതായി കാണിക്കുന്നു. അവിടേക്ക് വന്ന പോലീസുകാരിൽ ഒരാൾ ചന്ദ്രയുടെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. വെടികൊണ്ട് ചന്ദ്ര അവിടെ വീഴുകയാണ്. അങ്ങനെ പോലീസുകാർ സണ്ണിയെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് പുതിയ ഒരാൾ വരുന്നത്. ചന്ദ്രയെ രക്ഷിക്കാൻ വന്ന ഒരു ചാത്തനായിരുന്നു അത്. അങ്ങനെ ആ ചാത്തൻ വന്ന് കുറെ മാജിക്കും മന്ത്രവാദവും എല്ലാം കാണിച്ച് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാം വഴിതെറ്റിച്ച് ചന്ദ്രയുടെ നെറ്റിയിലെ ബുള്ളറ്റ് എടുത്തു കളഞ്ഞ് ചന്ദ്രയെ വീണ്ടും ജീവിപ്പിക്കുന്നു. എന്നിട്ട് ചന്ദ്രയെയും സണ്ണിയെയും സണ്ണിയുടെ കൂട്ടുകാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഹോളി ഗ്രെയിൽ കഫേ എന്നൊരു കഫേയിലെത്തി. പുറത്തുനിന്നും കാണാൻ ഒരു കഫേ ആയിരുന്നെങ്കിലും അതിനകം വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു. ആ കഫേയുടെ ഓണറായ ജോണി നീലി എന്നെഴുതിയ ഒരു താക്കോലെടുത്ത് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്ര ആ താക്കോലും വാങ്ങി സണ്ണിയെയും കൂട്ടുകാരെയും കൂട്ടി ആ കഫേയുടെ ബേസ്മെന്റിലേക്ക് പോവുകയാണ്. ശരിക്കും ഈ ചന്ദ്രയെ സഹായിക്കുന്നവരാരാണ്? ഇവരെന്തിനാണ് ചന്ദ്രയെ സഹായിക്കുന്നതെന്നല്ലേ? അതായത് നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയെ ഒരു കത്തനാര് തളച്ചതായി പറഞ്ഞിരുന്നല്ലോ. ആ കത്തനാര് ശരിക്കും കള്ളിയങ്കാട്ട് നീലിയെ തളച്ചതായിരുന്നില്ല, മറിച്ച് കള്ളിയങ്കാട്ട് നീലിയെ തളച്ചു എന്ന് നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കുകയായിരുന്നു ആ കത്തനാര്. കത്തനാര് ശരിക്കും നീലിയെ പിടികൂടി എന്നത് സത്യമാണ്. നീലി ഒരു നല്ലവളാണെന്നും പാവങ്ങളെ സഹായിക്കുന്നവളാണെന്നും മനസ്സിലാക്കിയ കത്തനാർ നീലിയെ മോചിപ്പിക്കുകയായിരുന്നു. മാത്രവുമല്ല നീലിയുടെ ബലഹീനതകളെ കുറിച്ചെല്ലാം കത്തനാര് നീലിയെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. ആ കത്തനാരുടെ തലമുറയിൽപ്പെട്ടവരാണ് ഈ ഹോളി ഗ്രേയിൽ കഫേ നടത്തുന്നതും അവരാണ് നീലിക്ക് ഈ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും. നീലി മാത്രമല്ല കേട്ടോ, നീലിയെ പോലെയുള്ള യക്ഷികളും ചാത്തന്മാരും കുട്ടിച്ചാത്തന്മാരും മർദ്ദകളും അങ്ങനെയുള്ള എല്ലാവരെയും ഇവരാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ചാത്തനാണ് ഇപ്പോൾ നീലിയെ വന്ന് രക്ഷിച്ചതും. അങ്ങനെ ചന്ദ്രയും സണ്ണിയും എല്ലാം ആ കഫേയുടെ ബേസ്മെന്റിലെത്തി. അപ്പോഴാണ് സണ്ണി ചന്ദ്രയുടെ റൂമിലുള്ള ഒരു ഡയറിയിൽ തന്നെ പോലെ തന്നെയുള്ള ഒരാളുടെ ഫോട്ടോ കാണുന്നത്. അത് കണ്ട സണ്ണി ഇതാരാണ് എന്ന് ചന്ദ്രയോട് ചോദിക്കുകയാണ്. അതിന് ചന്ദ്ര ഇതെന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്, കറക്റ്റ് പറഞ്ഞാൽ 1905 എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവനെ. അന്നും ഇതുപോലെ തന്നെയായിരുന്നു. നാച്ചിയപ്പനെ പോലെയുള്ള ഒരു ബ്രിട്ടീഷ് ആർമിക്കാരൻ എന്നെ പിടികൂടാനായി എന്റെ പുറകെ വന്നു. അവസാനം ആ ബ്രിട്ടീഷ് ആർമിക്കാരൻ എന്നെ ഷൂട്ട് ചെയ്തു. അത് കണ്ട് എന്നെ രക്ഷിക്കാൻ അവൻ മുന്നിൽ കയറി നിന്നു. എനിക്കാണെങ്കിൽ അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹോളി ഗ്രേയിൽ കഫേയുടെ ഓണർ ജോണി ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ കൊന്ന ഓർഗൻ മാഫിയ സംഘത്തിലെ സുന്ദർ എന്നവൻ ഗജേന്ദ്രൻ എന്നൊരു വലിയ ഗാങ്സ്റ്ററിന്റെ അനിയനാണ്. മാത്രവുമല്ല ആ ഗജേന്ദ്രന് രാഷ്ട്രീയത്തിലും നല്ല പിടിപാടുണ്ട്. അവന്റെ അനിയനെ കൊന്ന നിന്നെ കൊന്നേ തീരൂ എന്ന വാശിയിലാണ് ഗജേന്ദ്രൻ ഇപ്പോൾ. അതിനായി ഗജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റുമായി സംസാരിച്ച് നിന്നെ കൊല്ലാനായി ഗരുഡ ഫോഴ്സ് എന്ന ആന്റി ടെററിസ്റ്റ് ഫോഴ്സിനെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിനക്ക് മാത്രമല്ല ഇവന്മാർക്കും റിസ്ക് ഉണ്ട്. ഞാൻ പ്രകാശിനെ വിളിച്ചിട്ടുണ്ട്. അവൻ വന്നതിനു ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. അതേസമയം ചന്ദ്രയും സണ്ണിയും ഒക്കെയുള്ള കഫേക്ക് ചുറ്റിനും പോലീസുകാർ വളയുന്നതായി കാണിക്കുന്നു. അതറിഞ്ഞ് ചന്ദ്ര സണ്ണിയോട് എന്തൊക്കെ സംഭവിച്ചാലും നീ പുറത്തേക്ക് വരില്ലേ എന്നും പറഞ്ഞ് ഒരു വലിയ തോക്കും എടുത്തുകൊണ്ട് ബേസ്മെന്റിൽ നിന്നും മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് നടന്നത് ഒരു വലിയ യുദ്ധമാണ്. 100 കണക്കിന് വരുന്ന പോലീസുകാരെ ചന്ദ്ര ഒറ്റയ്ക്ക് തന്നെ അടിച്ച് തരിപ്പണമാക്കി. അങ്ങനെ അടിയെല്ലാം കഴിഞ്ഞ് ഹാപ്പി എൻഡിംഗ് ആണല്ലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് ഒരാൾ സ്ലോ മോഷനിൽ അവിടേക്ക് വരുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, ചന്ദ്രയെ പോലെ ആയി മാറിയ SI നാച്ചിയപ്പയായിരുന്നു അത്. പിന്നെയാണ് ശരിക്കുള്ള യുദ്ധം നടന്നത്. നാച്ചിയപ്പ പുതിയതായി ചേഞ്ച് ആയ ആളായതിനാൽ തന്നെ നല്ല പവർഫുൾ ആയിരുന്നു. നാച്ചിയപ്പയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ചന്ദ്രയെ കൊണ്ട് കഴിയുന്നില്ലായിരുന്നു. ആ സമയം ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് വന്ന സണ്ണി അവിടെ കിടന്നിരുന്ന ചന്ദ്രയുടെ തോക്കെടുത്ത് നാച്ചിയപ്പനെ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ സണ്ണിയും ചന്ദ്രയും ചേർന്ന് നാച്ചിയപ്പനെ കൊല്ലുകയാണ്. അതിനുശേഷം നാച്ചിയപ്പന്റെ ശരീരം ആ കഫേയുടെ തന്നെ ബേസ്മെന്റിൽ
വീട്ടിൽ നാച്ചിയപ്പനെ പോലെയുള്ള ദുഷ്ടാത്മാക്കളെ വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. ആ സമയം അവിടേക്ക് ചന്ദ്രയെ ഇവിടേക്ക് കൊണ്ടുവന്ന പ്രകാശ് വന്ന് ചന്ദ്രയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതോടെ ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.